പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു മാഗസീൻ ഹോളാണ്. 2024 അവസാനത്തെ മാഗസീൻ ഹോളാണിത്. അപ്പം ഏതൊക്കെയാണ് മാഗസീൻ എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ മാതൃഭൂമിയാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു മാഗസീനാണ് മാതൃഭൂമി. അതുകൊണ്ട് പ്രത്യേക ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ല. മാതൃഭൂമിയുടെ ഡിസംബർ 29, 2024 ഡിസംബർ 29 വരെയുള്ള മാതൃഭൂമി മാഗസീനാണ്. അപ്പോൾ ഇതിനകത്ത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന വലിയ ഇന്ത്യയിലെ പ്രഗത്ഭനായിട്ടുള്ളൊരു തബല വാദിക്കാരനായിട്ടുള്ള ഒരു മാസ്റ്റർ പുള്ളിക്കാരൻ അന്തരിച്ചു. അപ്പോൾ അതാണ് കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ കവറായിട്ടൊരു ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇദ്ദേഹത്തെ പറ്റി എഴുതിയ ഒരു കവിതയും കവറിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കവറാണ്. പ്രത്യേകിച്ച് ഈ തബലകൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഈ നമ്മുടെ സക്കീർ ഹുസൈൻ ഇങ്ങനെ നടന്ന അകലെയാണ് തബലയിൽ. അപ്പോൾ അങ്ങനെ വളരെ അദ്ദേഹത്തിൻ്റെ മരണത്തെ വളരെയധികം ബഹുമാനിക്കുന്ന തരത്തിലുള്ള വളരെ സിംബോളിക് ആയിട്ടുള്ളൊരു ഇമേജാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മളെല്ലാവരെയും ക്യാച്ച് ചെയ്യും. അപ്പോൾ സക്കീർ ഹുസൈൻ 2024 ഡിസംബറിലാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ളതാണ് ഈ ആഴ്ചത്തെ കവർ സ്റ്റോറി, അദ്ദേഹത്തിൻ്റെ ഓർമ്മ. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. ഞാൻ ഉള്ളടക്കം ഒന്ന് വായിക്കാം. ഉള്ളടക്കം സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈനെ പറ്റി 2 ഓർമ്മക്കുറിപ്പുകളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് കൊട്ടിക്കലാശിച്ചു കാലം, അത് എഴുതിയിട്ടുള്ളത് കേളി രാമചന്ദ്രൻ. രണ്ടാമത്തത് ഓർമ്മകളുടെ വിരൽ സ്പർശം, എഴുതിയിട്ടുള്ളത് അബ്ദുൽ കലാം ആസാദ് എഴുതിയിട്ടുള്ള ഓർമ്മകളുടെ വിരൽ സ്പർശം. ഇത് രണ്ടുമാണ് സക്കീർ ഹുസൈനെ പറ്റിയുള്ള ഓർമ്മ. അതിനുശേഷമുള്ള കണ്ടന്റാണ് പറയുന്നത്. കഥ മരണത്തെക്കുറിച്ച് 2 കഥകൾ എഴുതിയിട്ടുള്ളത് സച്ചിദാനന്ദൻ. അതിനുശേഷം ലിംഗപദവിയുടെ രാഷ്ട്രീയം, കേരളത്തിലെ ലേഡി സാപ്പിയൻസ് വിശേഷങ്ങൾ, എഴുതിയിട്ടുള്ളത് PS നവാസ്. അതിനുശേഷം ബ്രെയിൻ റോട്ടിന്റെ സാമൂഹ്യാഘാതം, എഴുതിയിട്ടുള്ളത് ചിതല് തിന്നുന്ന തലച്ചോറുകൾ, എഴുതിയിട്ടുള്ളത് അഭിരാമി ഇ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ടുള്ള ചിതല് തിന്നുന്ന തലച്ചോറുകൾ. അത് ബ്രെയിൻ റോട്ടിനെ പറ്റിയുള്ള. ബ്രെയിൻ റോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡൂം സ്ക്രോൾ എന്ന് പറയുന്നതാണ്. അതായത് നമ്മൾ ഈ ആവശ്യം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പിന്നെ പതുക്കെ ഒരു റാബിറ്റ് ഹോളിലോട്ട് പോകും. പിന്നെ നമ്മളെ പതുക്കെ അനാവശ്യമായിട്ടുള്ള കണ്ടന്റുകളിലേക്ക് പോയി പിന്നെ നമ്മൾ അതിനാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അവസാനം ഒരു ബ്രെയിൻ നമ്പിലേക്ക് പോകും. അതായത് പിന്നെ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല, ഇത് തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത്. അത് പല പേരുണ്ട്, പക്ഷേ ഇറ്റ്സ് എ ഫിനോമിനൻ, പുതിയൊരു ഫിനോമിനനാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്നുള്ള ഒരു രീതിയിൽ. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. അടുത്തത് ജാതിയും സംസ്കാര ചരിത്രവും, അതിൻ്റെ ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ പുലയനും ശങ്കരനും, എഴുതിയിട്ടുള്ളത് ഡോക്ടർ കലാചന്ദ്രൻ ടി. പിന്നീടുള്ളത് സർക്കാരിന് തുറന്ന മനസ്സ്, എഴുതിയിട്ടുള്ള വി ശിവൻകുട്ടി എന്ന് പറഞ്ഞ മന്ത്രിയാണ്. അപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതിയിരിക്കുകയാണ്, സർക്കാരിന് തുറന്ന മനസ്സ്. അത് നിരക്ഷരരുടെ നവകേരളം എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്, അതിലാണ് വി ശിവൻകുട്ടി എഴുതിയിട്ടുള്ളത്. അടുത്ത കവിതകൾ 5 കവിതകളുണ്ട്. നിലച്ച തബല, എഴുതിയിട്ടുള്ളത് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. അതാണ് കവറായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒന്നും നിലച്ച തബല എന്നുള്ളതാണ് കവറിൽ തന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിത കവറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു കവിത. അതിനുശേഷം ജുഗൽബന്ദി, എഴുതിയിട്ടുള്ളത് PP രാമചന്ദ്രൻ. പ്രാക്ക്, എഴുതിയിട്ടുള്ളത് കമറുദ്ദീൻ ആമയം. ഇല്ല, എഴുതിയിട്ടുള്ള MR വിഷ്ണുപ്രസാദ്. കാണൽ, എഴുതിയിട്ടുള്ളത് മാധവൻ പുറച്ചേരി. അങ്ങനെ 5 കവിതകൾ. അതിനുശേഷം സ്ഥിരം പങ്ക്തികളാണ്. വായനക്കാർ എഴുതുന്നു. ഭൂതവും വർത്തമാനവും, എഴുതുന്നത് രാമേന്ദ്ര ഗുഹ. പിന്നെ മലയാളി ആൽബം ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ ഇന്ദ്രധനുസിൻ്റെ ആത്മകഥയുടെ പേരാണ്. നിരക്ഷരരുടെ നവകേരളം, അത് ഞാൻ പറയുന്നത് നിരക്ഷരരുടെ നവകേരളത്തിലാണ് ഈ ആഴ്ചത്തെ ആർട്ടിക്കിൾ എഴുതുന്നത് വി ശിവൻകുട്ടി തന്നെയാണ്. അതുകഴിഞ്ഞ് പുസ്തകക്കുറിപ്പുകൾ, ഇന്ത്യൻ കല, വാക്ക് വിത്ത് കുട്ടേട്ടൻ. പിന്നെ അക്ഷരം പ്രതി, എഴുതുന്നത് KC നാരായണൻ. വെബിനിവേഷം, എഴുതുന്നത് രാംമോഹൻ പാലിയത്ത്. പിന്നെ 98 വാക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഷെരീഫ് എഴുതുന്ന ഒരു ഷെവി വരയ്ക്കുന്ന പടമാണ്. അതും സക്കീർ ഹുസൈനെ തന്നെയാണോ, സക്കീർ ഹുസൈൻ മരണപ്പെട്ടതിനെ പറ്റിയുള്ള ഒരു ആർട്ടാണ് K ഷെരീഫ് വരച്ചിട്ടുള്ളത്. പിന്നെ അവസാനത്തെ കവറിൻ്റെ ബാക്ക് കവറിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ വിഷുപ്പതിപ്പിൽ വന്നിട്ടുള്ള ഈ മലയാള മനോരമ നടത്തുന്ന ഈ കഥാ മത്സരമുണ്ട്. അപ്പോൾ അതിന് സമ്മാനം കിട്ടിയ ആൾക്കാർക്ക് സമ്മാനം കൊടുത്തതിൻ്റെ സമ്മാനദാന ചടങ്ങിൻ്റെ ഫോട്ടോ, അത് കഴിഞ്ഞിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോ. അപ്പോൾ ഇവർക്ക് ഈ പുറകെ നിൽക്കുന്ന ഇത്രയും പേർക്കാണ് കഥാരചനയ്ക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഈ വിഷുപ്പതിപ്പിൽ, മാതൃഭൂമി വിഷുപ്പതിപ്പിൽ വരുന്നത് അതെല്ലാ വർഷവും ഉള്ളതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു
ഒരു മലയാളത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാമത്സരമാണ് മാതൃഭൂമിയുടെ വിഷു പതിപ്പിൻ്റെ. അപ്പോൾ അതിന് ഒരു തവണ സമ്മാനം കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഇദ്ദേഹം. അയ്യോടെ സുഭാഷ് ചന്ദ്രൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മനുഷ്യനാമുഖം എന്ന് പറയുന്ന നോവല് വളരെ പ്രശസ്തമായിട്ടുള്ള മലയാളത്തിലെ നോവലാണ്. അപ്പം ഈ സുഭാഷ് ചന്ദ്രനും വിഷുപ്പതിപ്പിന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള വിഷുപ്പതിപ്പിലുള്ള കഥാമത്സരത്തിന് ഒന്നാം സ്ഥാനം കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രൻ. അതിൻ്റെ അനുഭവമൊക്കെ അദ്ദേഹം ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെയാണ് എനിക്ക് അതറിയാമോ. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ അദ്ദേഹം ഒരു അനുഭവമായിട്ട് അദ്ദേഹം ഈ സമ്മാനം വാങ്ങിക്കാനായിട്ട് പോകുന്നതിൻ്റെ അനുഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനി അതിനുശേഷം വാങ്ങിയ മാഗസിൻ ദ വീക്ക് എന്ന് പറയുന്ന മാഗസിനാണ്. ഇതും ആഴ്ചപ്പതിപ്പാണ്, പക്ഷേ ഇത് ഇയർ എൻഡ് മാഗസിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ 2 എഡിഷൻ ഉണ്ട്. അതായത് ഒരു രൂപയ്ക്ക് 2 എഡിഷൻ. ഇതിന് 80 രൂപയാണ് സാധാരണ ദ വീക്കിൻ്റെ വില ഒരു മാഗസീന്. ഇപ്രാവശ്യം ഡബിൾ എഡിഷനാണ്, അതായത് ആനിവേഴ്സറി സ്പെഷ്യൽ ഡബിൾ എഡിഷൻ എന്ന് വെച്ചാൽ ഈ ഡിസംബറിൽ അവസാനത്തെ ഏറ്റവും അവസാനത്തെ വായിച്ച പതിപ്പായതുകൊണ്ട് 2 എണ്ണം ഉണ്ട്. അപ്പം 2 മാഗസീനുണ്ട്. ഒരു വിലയ്ക്ക് 2 മാഗസീൻ. ഒന്ന് ഇതാണ് ഇങ്ങനെ, ഒന്ന് ഇത്, അങ്ങനെ രണ്ട് മാഗസീനുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ പോകണം. സ്റ്റിക്കർ ദ വീക്കിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ് നമ്മൾ പതുക്കെ. കാരണം നമ്മൾ സ്റ്റിക്കർ അളക്കുമ്പോൾ ഇതിൻ്റെ പേപ്പറും കൂടി ഇളകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഭയങ്കര വിഷമാവും. അത്രയും ഭാഗം മാത്രം പടം കേടായി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് ഇളക്കുകയാണ്. ഇത് 2 ഡബിൾ എഡിഷനാണ്. 2024 അവസാനത്തെ ആനിവേഴ്സറി ഡബിൾ എഡിഷൻ. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഇതിനകത്തും 2 കവർ സ്റ്റോറി, 2 മാഗസീൻ. പക്ഷെ വില ഒന്ന് സെയിം ആണ് കേട്ടോ. ഒരു മാഗസീൻ്റെ വിലയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റില്ല, കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. 2 മാഗസീനും കൂടെ ഒന്നിച്ച് ഒരു സ്റ്റിക്കർ വെച്ച് 2 സ്റ്റിക്കർ അപ്പുറം ഒട്ടിച്ചേക്കും. എന്ന് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി. ഓ ഷിറ്റ്, ഇവിടുത്തെ പേപ്പറുകളിൽ പോയി. ഇതാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. കാരണം ആ കവറിൻ്റെ ആ ഭംഗി അങ്ങ് പോവുമല്ലോ. കവറിൻ്റെ ഭംഗി പോയി. ഞാൻ ഒന്നും പറയുന്നില്ല, ഇനി പറഞ്ഞാൽ കൂടി പോകും. ഇനി നമ്മൾക്ക് അല്ലാതെ കീറി എടുക്കാം. കീറി. അങ്ങനെ ഇത് 2 എണ്ണമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. 80 സാധാരണ ഒരു മാഗസീൻ 80 രൂപയാണ് വരുന്നത്. ഇപ്പോൾ ഡബിൾ എഡിഷനാണ്. നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്താം. എനിക്ക് ഇത് മെയിൻ ഇതാണെന്ന് തോന്നുന്നു. കാരണം ഇതിന് കുറച്ചും കൂടെ കട്ടിയുണ്ട്. ദ വീക്ക് ഹാരപ്പ എ ന്യൂ ലുക്ക്. ന്യൂ ലുക്ക് എന്നുള്ളതാണ് കവർ സ്റ്റോറി. അതായത് ഹാരപ്പ എന്ന് പറയുന്ന ഹാരപ്പ സിവിലൈസേഷൻ്റെ, നമുക്കറിയാം ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു പഴയ സിവിലൈസേഷനാണ് ഹാരപ്പ സിവിലൈസേഷൻ. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളോ ഇൻഫർമേഷനോ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആർട്ടിക്കിളാണ്. സ്പെഷ്യൽ ആർട്ടിക്കിൾസ് എഴുതിയിട്ടുള്ളത് ദേവ്ദത്ത് പട്നായിക് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു നോവലിസ്റ്റാണ്. അപ്പോൾ അത് ഈ പുരാണങ്ങളെ ബേസ് ചെയ്ത് നോവലുകൾ എഴുതുന്ന ആളാണ് ദേവനാഥ് പട്നായിക്. പിന്നെ കൂടാതെ ആർ ബാലകൃഷ്ണൻ എഴുതുന്നുണ്ട്. ഫർസാന്ത് മാഷിഷ് എന്ന് പറയുന്നത് ഈ 3 പേരാണ്. ദേവനാഥ് പട്നായിക്, ആർ ബാലകൃഷ്ണൻ, ഫർസാദ് മാഷിഷ്. ആ 3 പേര് എഴുതുന്ന ആർട്ടിക്കിൾ. പിന്നെ ഇൻ്റർവ്യൂ നയൻജോത് ലഹാരിയും പിന്നെ വസന്ത് ഷിന്ദെ, നയൻജോട്ട് ലാഹരി. അങ്ങനെ ആ 2 പേരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അവർ സയൻറ്റിസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലും. കൂടാതെ മറ്റ് കവർ സ്റ്റോറികളാണ് റിപ്പോർട്ട് ഫ്രം സിറിയ, ഹൊറർ ഇൻ എ ഹോസ്പിറ്റൽ. മണിശങ്കർ അയ്യർ എഴുതുന്നു കോൺഗ്രസ് നോ ലോങ്ങർ നാച്ചുറൽ പാർട്ടി ഓഫ് ഗവേണൻസ്. അടുത്ത ഉസ്താദ് സഹീർ ഹുസൈൻ, മാസ്റ്റർ ഓഫ് മൈ മെൻറ്റർ. രാകേഷ് ചൗരസിയ സക്കീർ ഹുസൈനെ പറ്റിയുള്ള ഫുൾ കവർ സ്റ്റോറി എല്ലാം കൊടുത്തിരിക്കുന്നത് മാതൃഭൂമിയിൽ. ഇവരും കവറിങ് കൊടുത്തിട്ടുണ്ട്. ഉസ്താദ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് മൈ മെൻറ്റർ എന്നുള്ളത് ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയിരിക്കുകയാണ്. രാകേഷ് ചൗരസിയാണ് അത് എഴുതിയിട്ടുള്ളത്. റെസ്റ്റോറൻറ്റ്സ് ഹൂ ചേഞ്ച് ഹൗ ഇന്ത്യൻസ് ഈറ്റ് ഡ്രിങ്ക്. റെസ്റ്റോറേറ്റ്സ് ഹൂ ചേഞ്ച് ഹൗ ഇന്ത്യൻസ് ഈറ്റ് ഡ്രിങ്ക്. അങ്ങനെ ഇത്രയാണ് കവർ സ്റ്റോറി. മെയിൻ കവർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഹാരപ്പയാണ്. ഹാരപ്പ സിവിലൈസേഷനെ പറ്റിയാണ്. സിവിലൈസേഷൻ അല്ല, സിവിലൈസേഷൻ. കണ്ടന്റ്സ് ഓപ്പൺ ഫോർ ഡിബേറ്റ്. ഇതാണ് കണ്ടന്റ് പേജ്. ഇനി ഇത് ഞാൻ നിരത്തി വായിക്കാം. കണ്ടന്റ് ഇത്രയും ഉണ്ട് കണ്ടന്റ് പേജ്. ഇതെന്തോന്നൊക്കെ ഉള്ളത് ഞാൻ നിരത്തി ഓരോന്നോരോന്നിട്ട് വായിക്കുന്നതായിരിക്കും. ഇതാണ് കണ്ടന്റ് പേജ്. ഓപ്പൺ ടു ഡിബേറ്റ്. As the discovery of Indus Valley civilization
മാർക്സ് ഇറ്റ്സ് സെന്റിനറി 100 വർഷം കഴിഞ്ഞു ഇൻഡസ് വാലി സിവിലൈസേഷനെ കണ്ടുപിടിച്ചിട്ട്. സെന്റിനറി എന്ന് പറഞ്ഞാൽ 100 സെന്റിനറി, മാർക്സ് ഇസ് സെന്റിനറി. മെനി ആസ്പെക്ട് ഓഫ് ദി ഏൻഷ്യന്റ് കൾച്ചർ റിമെയിൻ മിസ്റ്റീരിയസ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് സ്ക്രിപ്റ്റ്. While the theory of an Aryan invasion disrupting the civilization has largely been discredited, debates over the ancestry of Indus people and their contemporary links continue. വീണ്ടും ഇങ്ങനെ എന്താ പറയുക, ഇൻഡസ് വാലി സിവിലൈസേഷനെ പറ്റിയുള്ള കണ്ടുപിടുത്തം നിങ്ങൾ ഇനിയും കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പ്ലസ് when archaeology discovered Harappa 100 years ago, they assumed it to represent the polytheistic phase of Indian civilization. Devdutt Patnaik, mythologist and writer. Devdutt Patnaik ഒരു റൈറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു, അതുകൂടാതെ അദ്ദേഹം ഒരു മിത്തോളജിസ്റ്റും കൂടിയാണ്. അടുത്തത് ഹാരപ്പ ഫുഡ് വാസ് റിച്ച് ഇൻ ഫ്ലഷി ഡിലൈറ്റ്സ്. നയൻജോത്ത് ലഹരി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയൻ, ആർക്കിയോളജിസ്റ്റ്, ഓതർ. ഇവരുടെ എല്ലാം പേര് ഞാൻ ആദ്യമേ കവർ ചെയ്യുന്ന വായിച്ചായിരുന്നു. അപ്പം നയൻജോത്ത് ലഹരി എന്ന് പറയുന്ന ഹിസ്റ്റോറിയനാണ്, ആർക്കിയോളജിസ്റ്റാണ്, ഓതറാണ്. അതിനുശേഷം എനി അറ്റംപ്റ്റ് ടു ബിൽഡ് എ സിംഗുലർ നറേറ്റീവ് അറൌണ്ട് ഇന്ത്യസ് കളക്റ്റീവ് കൾച്ചറൽ ഹിസ്റ്ററി ഈസ് ഫ്രോട്ട് വിത്ത് ഡേഞ്ചർ. ആർ ബാലകൃഷ്ണനാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു റിട്ടയർഡ് ബ്യൂറോക്രാറ്റും റിസർച്ചറുമാണ് ആർ ബാലകൃഷ്ണൻ. പാകിസ്ഥാൻ നീഡ്സ് ടു അൺലോക്ക് ദ ഇമ്മൻസ് പൊട്ടൻഷ്യൽ ഓഫ് ആർക്കിയോളജി. അതായിട്ടുള്ളത് ഫർസന്ത് മാസിഷ് ആണ്, പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിസ്റ്ററി ആൻഡ് പാകിസ്ഥാൻ സ്റ്റഡീസ്, ഫോർമാൻ ക്രിസ്ത്യൻ കോളേജ്, ലാഹോറിലുള്ള ഒരു വ്യക്തി, ഒരു പ്രൊഫസറും പിന്നെ ഹിസ്റ്റോറിയനും പിന്നെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആളൊക്കെയാണ് ഫർസാന്ത് മാസിഷ്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് കവർ സ്റ്റോറിയിൽ വരുന്ന എന്താ പറയുക സബായിട്ട് വരുന്നുണ്ടുള്ള ഇത്. അതിനുശേഷം 18ാമത്തെ പേജിൽ വരുന്നു ഷിപ്പിംഗ്. വി ഷുഡ് അബാൻഡൻ ദ ബീറ്റൻ പാത്ത് ഫോർ മോർ പ്രോഗ്രസീവ് അപ്രോച്ച് ടു നേവൽ ഷിപ്പ് ബിൽഡിംഗ്. എഴുതിയിട്ടുള്ളത് വൈസ് അഡ്മിറൽ ബിസ്വജിത് ദാസ്ഗുപ്തയാണ്, റിട്ടയർഡ്. അതിനുശേഷം 34ാമത്തെ പേജിൽ വരുന്നു സിറിയ. At Mujtahid Hospital in Damascus, people grappled with the death, despair and the overwhelming brutality of Assad regime. അത് സിറിയയെ പറ്റിയുള്ള ഒരു റൈറ്റപ്പാണ്. അടുത്ത ഫോക്കസ്. 43ാമത്തെ പേജിൽ വരുന്നു ഫോക്കസ്. അവിടെ വരുന്ന ട്രാൻസ്ഫോമേഴ്സ് ഓഫ് വിക്സിത് ഭാരതിൻ്റെ ട്രാൻസ്ഫോമേഴ്സ് ആരൊക്കെയാണ്. 69ാമത്തെ പേജിൽ വരുന്നു പാത്ത് ഫൈൻഡ്, സെലിബ്രേറ്റിംഗ് സ്റ്റോറീസ് ഓഫ് ഹ്യൂമൻ പൊട്ടൻഷ്യൽ. അടുത്ത 78ാമത്തെ പേജിൽ ഒരു ഇൻ്റർവ്യൂ ആണ്, മണിശങ്കർ അയ്യറുമായിട്ടുള്ള ഇൻ്റർവ്യൂ. 92ാമത്തെ പേജിൽ റെസ്റ്റോറൻറ്റ്സിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. 138ാമത്തെ പേജിൽ സഹീർ ഹുസൈനെ പറ്റിയുള്ള മെമ്മോയറാണ്. അദ്ദേഹമാണ് റീസെൻ്റ്ലി മരിച്ച വ്യക്തി. കോളംസ്, സ്ഥിരം കോളംസ് ആയിട്ടുള്ള റൈറ്റ് ആംഗിൾ എഴുതുന്നത് ബൻസൂരി സ്വരാജ്. രണ്ടാമത്തെ സിസോ നേഷൻ എഴുതുന്നത് അനുജാഷ് ചൗഹാൻ. 144 ചിക്ക് മാഗ്നറ്റ് അത് എഴുതുന്നത് നമ്രത സക്രിയ. ലാസ്റ്റ് എഴുതുന്നത് നൗതീജ് സർണയാണ്. പക്ഷെ 106ാമത്തെ പേജിൽ സൗണ്ട് ബൈറ്റ് വരുന്നുണ്ട്. അത് എഴുതുന്നത് അനിത പ്രതാപ്. അപ്പം അത്രയാണ് ആർട്ടിക്കിൾ. അത് അനിത പ്രതാപ് എഴുതുന്ന അത് ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. അപ്പോൾ ഇതാണ് ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു മാഗസീനാണ്. ഇംഗ്ലീഷ് മാഗസീൻ ആണെങ്കിൽ പോലും നല്ല ക്വാളിറ്റി, പേപ്പറിലാണെങ്കിലും കവറിലാണെങ്കിലും പടത്തിലാണെങ്കിലും ഒക്കെ പുറത്താണ്. ഇതാണ് കവർ. ഇതാണ് ഈ ഡബിൾ ഇഷ്യൂവിൻ്റെ ഒരു ഇഷ്യൂവിൻ്റെ കവറും കണ്ടിട്ടുണ്ട്. ഇതേ ഇഷ്യൂവിൻ്റെ അടുത്ത മാഗസീനിലെ കവറും കണ്ടന്റുമാണ് വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കവറിനകത്ത് സ്ലേവറി ടു ഡിവിനിറ്റി ഓൺ ഇന്ത്യസ് വെസ്റ്റേൺ കോസ്റ്റ് ലൈസ് എ യുണീക് സേക്രഡ് ലാൻഡ്സ്കേപ്പ് വെയർ ആഫ്രിക്കൻസ് വർ വർഷിപ്ഡ് ആസ് ഗോഡ്സ്. ദ സ്റ്റോറി ഓഫ് ദെയർ ഒറിജിൻസ്, കസ്റ്റംസ് ആൻഡ് ഹീലിംഗ്സ് ഓൺ ദി ഇന്ത്യസ് വെസ്റ്റേൺ കോസ്റ്റ്. അതായത് ഇന്ത്യയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ ആഫ്രിക്കയിലെ ആൾക്കാരെ ദൈവങ്ങളായിട്ട് ആരാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള റൈറ്റപ്പാണ് കവർ സ്റ്റോറി വീക്കിൻ്റെ തൊട്ടടുത്ത എഡിഷനിൽ. അത് കൂടാതെ മണിപ്പൂർ ആൻഡ് മിസോറാം കൺട്രീസ് ഫുട്ബോൾ ഫാക്ടറീസ്, മെഡിറ്റേഷൻ ടെക്നിക്, പാത്വേ ടു വേൾഡ് പീസ്, പൊളിറ്റിക്കൽ കാർട്ടൂണിസ്റ്റ്, ദെയർ ജേർണി ആൻഡ് നീഡ് ഫോർ ഫ്രീഡം, ഇൻസൈഡ് ദ ഡിക്റ്ററ്റബിൾ വേൾഡ് ഓഫ് ഇന്ത്യൻ ക്രാഫ്റ്റ് ചോക്ലേറ്റ്സ്. ഇത്രയാണ് കവർ സ്റ്റോറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മെയിൻ കവർ സ്റ്റോറി എന്ന് പറയുന്നത് ദൈവങ്ങളായിട്ട് ആരാധിക്കുന്ന ആഫ്രിക്കക്കാരെ പറ്റിയാണ്. ഇതാണ് ഉള്ളടക്കം പേജ്. ഉള്ളടക്കം പേജ് കാണാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഉള്ളടക്കത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഉള്ളടക്കം 26ാമത്തെ പേജിൽ നമ്മുടെ കവർ സ്റ്റോറി വരികയാണ്. ഇന്ത്യൻ ആഫ്രിക്ക കണക്ട്. ഡിഡ് യു നോ ദർ ഈസ് എ യുണീക്ക് ആൻഡ് ലാർജ്ലി ഒബ്സ്ക്യൂർ ആഫ്രിക്കൻ സേക്രഡ് ലാൻഡ്സ്കേപ്പ് ഓൺ ഇന്ത്യസ് വെസ്റ്റേൺ കോസ്റ്റ്?
The week explores these remarkable sites that serve as living memory keepers of Afro-origin men and women who had once arrived in Indian subcontinent as slaves, soldiers and traders. അപ്പോൾ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള കണക്ഷനെ പറ്റിയുള്ളതാണ് ഈ പ്രാവശ്യത്തെ കവർ സ്റ്റോറി. അതുകൂടാതെ ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ, ലോ കോസ്റ്റ്, ഈസി ടു ഇംപ്ലിമെൻറ്റ്, ഇമ്മീഡിയറ്റ് റിസൾട്ട്സ് ആൻഡ് സയൻറ്റിഫിക്കലി വെരിഫൈഡ്. മെഡിറ്റേഷനെ പറ്റിയുള്ള ഒരു റൈറ്റപ്പാണ്. ലാംഗ്വേജ് എന്നുള്ള ഒരു എന്താ ടോപ്പിക്കിൽ വരുന്നത് വൈ ഡിഡ് ഗ്രീക്ക് സർവൈവ് വൈ ലാറ്റിൻ ആൻഡ് സാൻസ്ക്രിറ്റ് ഡിക്ലൈൻഡ്. എന്തുകൊണ്ടാണ് ഗ്രീക്ക് സർവൈവ് ചെയ്തത്, സാൻസ്ക്രിറ്റും ഇതും അതിനെ പറ്റിയുള്ള റൈറ്റപ്പാണ്. അടുത്തത് കാർട്ടൂണിസ്റ്റ്. If cartoonists are at forefront of democracy, their freedom of utmost importance for our future. കാർട്ടൂണിസ്റ്റുകളുടെ ഫ്രീഡം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഫോട്ടോ ജേർണൽ ഡെൽസ് ഇൻ ടു ദ ഫ്ലോറിഷിംഗ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ് ചോക്ലേറ്റ്, അൺകവറിംഗ് ഇന്ത്യാസ് അൺടോൾഡ് കൊക്കോ സ്റ്റോറി. ചോക്ലേറ്റുകളെ പറ്റിയുള്ള ഒരു ഫോട്ടോ ജേർണലിസം. അടുത്തത് സിയാച്ചിനെ പറ്റിയുള്ള ഒരു റൈറ്റപ്പാണ്. ദ പോർട്ടേഴ്സ് ഓഫ് സിയാച്ചിൻ ആർ ദ അൺസങ് ഹീറോസ് ഹു പുട്ട് ദെയർ ലൈഫ്സ് ഓൺ ദ ലൈൻസ് ടു ഹെൽപ്പ് ദ ആർമി ഡിഫെൻഡ് ദ വേൾഡ് ഹയസ്റ്റ് ബാറ്റിൽ. ദ പോർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, ഇവരെയാണ് പോർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പറ്റിയുള്ള റൈറ്റപ്പാണ്. സ്പോർട്സ് എന്ന കാറ്റഗറിയിൽ വരുന്നു. ഡെസ്പൈറ്റ് ചലഞ്ചസ്, മണിപ്പൂർ ആൻഡ് മിസോറാം ഇന്ത്യാസ് ഫുട്ബോൾ ഫാക്ടറീസ് കണ്ടിന്യൂ ടു ത്രൈവ്. അപ്പോൾ മണിപ്പൂരും മിസോറാമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഫുട്ബോളേഴ്സ് വരുന്നത്. അപ്പം അതിനെപ്പറ്റിയുള്ള റൈറ്റപ്പാണ്. അപ്പോൾ ഇതാണ് ഉള്ളടക്കം പേജ്. അങ്ങനെ 2 വീക്കാണ് 2024 ലാസ്റ്റ് ഇഷ്യൂവിനുള്ളത്. 2 മാഗസീൻസ്, ഒരു പ്രൈസിൽ 2 മാഗസീൻ. അപ്പോൾ അത് ഡബിൾ ഇഷ്യൂ 2ഉം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി. അതിനുശേഷം ഈ വീക്ക്, അതായത് ഇപ്പം ഞാൻ കാണിച്ചത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അതിന് തൊട്ട് മുമ്പത്തെ വീക്കാണ് അടുത്തത്. അപ്പോൾ അതിൻ്റെ കവർ സ്റ്റോറി എന്ന് പറയുന്നത് ഇന്ത്യാസ് ബെസ്റ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ട് മുമ്പുള്ള മാഗസീനാണ്. പക്ഷേ ഞാനൊരു മെഡിക്കൽ ഫീൽഡും മറ്റൊക്കെ ഉണ്ട്. ഇന്ത്യാസ് ബെസ്റ്റ് ഹോസ്പിറ്റൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തൊന്ന് വായിച്ചൊക്കെ എന്താണ് ഇന്ത്യയിലെ ബെസ്റ്റ് ഹോസ്പിറ്റലുകൾ വീക്കിൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഇതിനകത്ത് മൊത്തം ലിസ്റ്റുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നവർ. ഇന്ത്യാസ് ബെസ്റ്റ് ആണ് ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകൾ ഏതൊക്കെ ബെസ്റ്റിൽ, അതുപോലെ എന്താ പറയുന്നത് പ്രൈവറ്റ് സെക്ടറിൽ ഏതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇങ്ങനെ ഇതേ കണക്ക് ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന കണക്ക് ഞാൻ ലിസ്റ്റ് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, പേജ് കണക്കിന്. ഓരോ സംസ്ഥാനങ്ങൾ റീജിയൻ തിരിച്ചുമൊക്കെ എല്ലാം അതത് സംസ്ഥാനങ്ങളിൽ അതത് റീജിയനിൽ, ഇപ്പം ഇന്ത്യയുടെ വെസ്റ്റിൽ സൗത്തിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടുകളാണ് ഇതിനകത്ത് കൂടുതലും. Brian Adams on the romantic in him and revisiting this classic 40 years later. Brian Adams. And solution for polluted Delhi. Couple lowers AQI at home to 13. Mayhem in Bangladesh. Why Indians fear for their lives? Why Indians fear for their lives? ബംഗ്ലാദേശിനുണ്ട്. അപ്പം ദ വീക്ക് ഹൻസ റിസർച്ച് സർവേ 2024. ദ വീക്ക് ഹൻസ റിസർച്ച്, വീക്കും ഹൻസ എന്ന് പറയുന്നവരും കൂടെ ചേർന്നിട്ടുള്ള സർവേ ആണ്. അപ്പോൾ അതിനകത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ഹോസ്പിറ്റലുകൾ മൊത്തത്തിലും ഓവറോളും പിന്നെ ഓരോരോ റീജിയൻ തിരിച്ചും പിന്നെ ചില സംസ്ഥാനങ്ങൾ തിരിച്ചും അവർ ചെയ്തിട്ടുണ്ട്. ചീഫ് എഡിറ്റർ ആരാണ്? ഫിലിപ്പ് മാത്യൂസ് ആണ് ഇതിൻ്റെ ചീഫ് എഡിറ്റർ ദ വീക്കിൻ്റെ. ഇതാണ് ഉള്ളടക്കം പേജ്. അപ്പോൾ ഉള്ളടക്കം പേജ് ഞാനൊന്ന് വായിക്കാം. ഒന്ന്, ബെസ്റ്റ് ഹോസ്പിറ്റൽ സേഫ്റ്റി ഫസ്റ്റ്. ദ വീക്ക് ഡ്വെൽസ് ഇൻ ടു വാട്ട്സ് ഓൺ യുവർ ഡോക്ടേഴ്സ് മൈൻഡ്. Can you guess their top wish? Safety, especially in the wake of increasing attacks on healthcare professionals. Plus, precision technologies revolutioning cancer. അപ്പോൾ ഇതാണ് കവർ സ്റ്റോറി എന്ന് പറയുന്നത് ബെസ്റ്റ് ഹോസ്പിറ്റൽസ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അടുത്തത് അദാനി കോൺട്രോവേഴ്സി. The US cannot act as global policeman for other countries. Business practice. എഴുതിയിട്ടുള്ളത് എറിക് സോൾഹേമാണ്. ഡൽഹി എന്നുള്ള ടോപ്പിക്കിൽ എഴുതുന്നു. ദ മിഷൻ ടു ഗിഫ്റ്റ് ഈച്ച് അതർ എ ഹെൽത്തിയർ വേൾഡ് ഹാസ് ഗിവൺ പീറ്റർ സിംഗ് 80 ആൻഡ് വൈഫ് നീനോ കൗർ ഹാസ് ബെസ്റ്റ് എയർ, ദ ക്ലീനസ്റ്റ് എയർ ആൻഡ് ദ മോസ്റ്റ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതാണ് ഡൽഹി എന്ന ടോപ്പിക്കിൽ. പിന്നെ ലെഷർ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് എന്താ പറയുക, കൾച്ചറിനകത്ത് കുറേ ലെഷർ എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ തന്നെ ഉണ്ട് ഇവരുടെ വീക്കിനകത്ത്. അതിനകത്ത് ആർട്ട്, സംഗീതം, മ്യൂസിക്, സിനിമ, അതിനെ പറ്റിയൊക്കെയുള്ള ചെറിയ റൈറ്റപ്സ് ആണ്. അപ്പോൾ അതിനകത്ത് മൊത്തത്തെ ഒരു ലെക്ചർ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ബ്രയാൻ ആദംസ് റീവിസിറ്റ്സ് ക്ലാസിക്സ് ലൈക്ക് സമ്മർ 69 ആൻഡ് ഹെവൻ 40 years later. അപ്പോൾ ബ്രയാൻ ആദംസ് പറയുന്ന ഒരു സംഗീതജ്ഞനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയുള്ള ഒരു ചെറിയ ആർട്ടിക്കിളാണ്.
അതിനുശേഷം സ്ഥിരം കോളംസ് ആയിട്ടുള്ള പവർ ഡ്രൈവ് എഴുതുന്നത് ആർ പ്രസന്നൻ, റൈറ്റ് ആംഗിൾ എഴുതുന്നത് ബൻസൂരി സ്വരാജ്, ചിക്ക് മാഗ്നറ്റ് എഴുതുന്നത് നർമ്മദ സക്രിയ, ലാസ്റ്റ് വേർഡ് എഴുതുന്നത് ശശി തരൂരാണ്. അപ്പോൾ ശശി തരൂർ എഴുതിയിരിക്കുന്നതിനെ പറ്റി ഒരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. കൊച്ചി മുറിസ് ബിനാലെ ഹാസ് നോട്ട് ഓൺലി ബീൻ എൻറിച്ച് കേരളാസ് കൾച്ചറൽ ഫാബ്രിക് ബട്ട് ആൾസോ പൊസിഷൻ ഇന്ത്യ ആസ് എ സിഗ്നിഫിക്കൻറ്റ് പ്ലെയർ ഇൻ ഗ്ലോബൽ കോണ്ടംപററി ആർട്ട് സീൻ. Its contribution continues to inspire and elevate the artistic community, making it a cornerstone of India's cultural identity. അപ്പം കൊച്ചി മൂറിസ് ബിനാലെ എന്ന് പറയുന്ന കൊച്ചിയിൽ നടക്കുന്ന ഒരു ബിനാലെ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ളതാണ് ശശി തരൂരിൻ്റെ ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്ന പോർഷൻ ഉള്ളത്. അപ്പോൾ ഇതാണ് ആ മാഗസീൻ, അതായത് എന്താ പറഞ്ഞ സെക്കൻഡ് ലാസ്റ്റ് 2024 സെക്കൻഡ് ലാസ്റ്റ് ദ വീക്കിൻ്റെ ഇഷ്യൂ. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിയ മാഗസീൻ. ഇതായിരിക്കും നമ്മുടെ 2024 ഏറ്റവും അവസാനത്തെ മാഗസീൻ ഹോള്. അപ്പോൾ ഈ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് എവർക്കും നന്ദി.